അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരത്തിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യാത്ര 50 കൌൺസിലർമാർ 6 ദിവസം ഒരുമിച്ചുണ്ട്. അപ്പോൾ പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെയുണ്ട്. അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കാൻ പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ്, ജില്ലാ പ്രസിഡന്റ് കരമന ജയൻചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും. സംസ്ഥാന അധ്യക്ഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. തീർച്ചയായിട്ടും ഈ യാത്ര, ഈ 50 കൌൺസിലർമാരുടെയും യാത്ര തിരുവനന്തപുരത്തിലും കേരളത്തിലും ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള ഇപ്പോൾ കോർപ്പറേഷൻ കൌൺസിലർമാരാണ്. എന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര. ശ്രീ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഒരു യാത്രയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അതോടൊപ്പം തന്നെ 50 കൌൺസിലർമാരുമുണ്ട്. കേരളത്തിലെ 30 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ചില പഞ്ചായത്തുകളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരുണ്ട്. അങ്ങനെ 119 പേരുടെ ഒരു സംഘമാണ് ഇന്ന് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ കേരളത്തിലെ ജനപ്രതിനിധികൾ ഈ ട്രെയിനിലേക്ക് കയറും. ഈ ട്രെയിനിൽ കയറുന്ന ആൾക്കാർക്ക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകും. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ മുതൽ 8 സംസ്ഥാനങ്ങളിൽ ഈ സംഘത്തിന് സ്വീകരണം നൽകും. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഈ സംഘത്തിന് നേതൃത്വം നൽകും, സ്വീകരണം നൽകും. ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരും അടങ്ങുന്ന ഈ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു അപൂർവമായിട്ടുള്ള ബഹുമതിയാണ്. ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. അദ്ദേഹം കേരളത്തിലെ ലക്ഷോപലക്ഷം ജനതയ്ക്ക് നൽകിയ ഒരു വലിയ അംഗീകാരമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ നൽകുന്ന ഡിന്നറും അതോടൊപ്പം തന്നെ പാർലമെന്റ് കാണാനുള്ള അവസരവും മന്ത്രിമാരെ കാണാനുള്ള അവസരവും. അതിന് പ്രത്യേക നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കേരളത്തിലെ ബിജെപിക്ക് വേണ്ടി ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഇതിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.